വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. കുഞ്ഞെവിടെ പോവാന്ന് പറഞ്ഞേ? ഞങ്ങൾ പള്ളിയിൽ. നാളെ എന്താ? നാളത്തെ ഡേ എന്താ? ഈസ്റ്റർ. ഇന്നല്ല, നാളെ. നമ്മളിപ്പോ പള്ളിയിൽ പോകുന്നു, കുർബാന കൂടുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ടാറ്റ പറ. ടാറ്റ ടാറ്റ. നിച്ചു റെഡിയായി, അമ്മ റെഡി ആവുന്നേ ഉള്ളേ. നിച്ചിട്ട് റെഡിയായി. ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ആ യൂട്യൂബ് ചാനൽ. സോ ഞങ്ങൾ പള്ളിയിലോട്ട് പോകാൻ വേണ്ടി റെഡി ആയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നാളെ ഈസ്റ്ററാണ്. ഇതൊരു ഈസ്റ്റർ വ്ളോഗാണ്. ഇപ്പം നമുക്ക് പള്ളിയിൽ പോകണം. നൈറ്റ് 7 o'clock ഉയർപ്പിൻ്റെ തിരുനാൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് കുർബാനയുണ്ട് നമുക്ക്. അപ്പോൾ കുർബാന കൂടുന്നു, തിരിച്ചു വരുന്നു. ഓക്കെ, സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വ്ളോഗ്. എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. ഓക്കെ, നിച്ചും റെഡിയായി. ഇനി ഞങ്ങൾ റെഡി ആയിട്ട് ഇനി പള്ളിയിൽ പോവാണ്. ഇച്ചിരി ഹെയർ സ്റ്റൈൽ ഒന്ന് കാണിച്ചപ്പോൾ തിരിച്ചു കാണിച്ചു. ഇതാണ് കേട്ടോ. ഇതാരാ ഈ ഹെയർ സ്റ്റൈൽ ഇട്ടുന്നേ? മേമി. ഓക്കെ, അപ്പോൾ സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. യെസ്, ടാറ്റ പറ. ഹാപ്പി ഈസ്റ്റർ പറഞ്ഞോ. ഹാപ്പി ഈസ്റ്റർ. ഹാപ്പി ഈസ്റ്റർ. ബൈ ബൈ ഉമ്മ. ഇത് വീഡിയോയാ? റെഡിയായോ? എവിടെ പോവാ? ആരുടെ കൂടെ പോണേ? ഉയർപ്പിൻ്റെ തിരുകർമ്മങ്ങളൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഇനി വീട്ടിലോട്ട് പോകാത്ത ഒരു 10 o'clock ഒക്കെ ആയിട്ടോ രാത്രിയിൽ. അപ്പം നമ്മുടെ 50 നോമ്പ് അവസാനിച്ചു, നോമ്പൊക്കെ കഴിഞ്ഞു. സോ അപ്പം എല്ലാവർക്കും ഉയർപ്പിൻ്റെ ആശംസകൾ. ഹാപ്പി ഈസ്റ്റർ ടു എവ്രി വൺ. വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നാളെ ഞാൻ ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം ഒരു 7 മണിയൊക്കെ ആയിട്ടോ. ഹാപ്പി ഈസ്റ്റർ ടു എവ്രി വൺ. സോ രാവിലെ നമ്മൾക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും ബീഫുമാണ്. അപ്പോൾ നമ്മൾ അപ്പം ഉണ്ടാക്കാൻ പോവുകയാണേ. സോ എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ എല്ലാവിധ ആശംസകളും. ഓക്കെ, അമ്മയോട് നോക്കി. നമ്മുടെ പരിപാടി ഇന്ന് നമ്മൾ രാവിലെ അപ്പവും ബീഫും, ഉച്ചത്തേക്ക് ബിരിയാണിയാണ് കേട്ടോ പ്ലാൻ ചെയ്തേക്കുന്നത്.
ബിരിയാണി അല്ലെങ്കിൽ നെയ്ച്ചോറ് ഇങ്ങനെ എന്തെങ്കിലും. ഓക്കെ, രാവിലെ എണീറ്റ് വന്നതാട്ടോ. ഇന്നലെ പള്ളിയിലൊക്കെ പോയിരുന്നു. അപ്പോൾ നിങ്ങളിപ്പോൾ ഇതിന് മുന്നേ ഈ ഒരു നമ്മുടെ വ്ലോഗ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇന്ന് ഈസ്റ്റർ മോർണിംഗ് ആണ്. ഇന്നലെ നൈറ്റ് നമ്മൾ പള്ളിയിൽ പോയതും അത് കഴിഞ്ഞ് കുർബാനയൊക്കെ കഴിഞ്ഞ് ഉയർപ്പിൻ്റെ തിരുക്കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു. അപ്പോൾ അതാ ഈസ്റ്റർ മോർണിംഗ്. ഓക്കെ, അപ്പോൾ രാവിലെ തന്നെ എണീച്ചിട്ട് ഒരു ചായ കുടിക്കുകയാണ് കേട്ടോ. കട്ടനാണ്, നല്ല ചൂട് കട്ടൻ ചായ. കട്ടനാണ് എനിക്ക് പൊതുവിൽ ഇഷ്ടം, കുടിക്കാൻ ഇഷ്ടം കേട്ടോ. ഒരു കുടിച്ച് കഴിയുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന കട്ടൻ ചായ കുടിക്കുമ്പോൾ. രാവിലെ ഒരു ഡേ സ്റ്റാർട്ട് വിത്ത് എ കട്ടൻ. ബീഫ് കറി ഉണ്ടാക്കുകയാണ്. അങ്ങനെ നമ്മുടെ ബീഫ് കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് കേട്ടോ. കറി റെഡിയായി. നമുക്ക് ചായ കുടിക്കാം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. നിച്ചു രാവിലെ നേരത്തെ എണീറ്റതാ അല്ല നിച്ചു? നിച്ചു നേരത്തെ എണീറ്റ് ബ്രഷൊക്കെ ചെയ്തു, മുടിയൊക്കെ കെട്ടി. നിച്ചുവിൻ്റെ പല്ലൊക്കെ വന്നു തുടങ്ങി. മേലെ പല്ല് പറഞ്ഞിട്ടുണ്ട്, താഴത്തെ പല്ലൊക്കെ ഇളകുന്നുണ്ട്, എടുക്കാനായി. പല്ലുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അല്ലേ അമ്മ? ഓക്കെ, കൊച്ചു ഹാപ്പി ഈസ്റ്റർ പറഞ്ഞു. ഇന്ന് വൈകിട്ട് ഞങ്ങൾക്ക് ബിരിയാണി. അത് നേരത്തെ പറഞ്ഞല്ലേ. ബൈ ബൈ പറ. ബൈ ബൈ ഉമ്മ. കുഞ്ഞി എൻ്റെ കസിൻ്റെ മോളാണ്. ഇത് നിച്ചു. ഇവർ കളിക്കാണ് കേട്ടോ. മതിയോ? ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാം. ഫുഡ് കഴിക്കാം. ഇവിടെ കുഞ്ഞി നിച്ചും കൂടി സൈക്കിൾ ഓടിക്കാണേ. കുഞ്ഞു പറഞ്ഞോ, കുഞ്ഞിക്ക് എന്താ പറയാനുള്ള പറഞ്ഞോ. ആദ്യം തൊട്ടാ പറഞ്ഞോ. ഇന്നൊരു കഥ പോലീസിന്റെയും ട്രാഫിക് പോലീസിന്റെയും വണ്ടിക്കാരിന്റെയാണ്. ട്രാഫിക് പോലീസും ഞാൻ വണ്ടിക്കാരും. ഓക്കെ, നിച്ചും കുഞ്ഞിയും കൂടെ എന്താ ചെയ്യുന്നേ? ഞങ്ങളിപ്പോ സൈക്കിൾ ഓടിക്കുക. ആരുടെ വീഡിയോയിലപ്പം? നീതു വല്യമ്മയുടെ വീഡിയോലാ? കാര്യം പറയട്ടെ. ചെറിയ പനിക്കോളും ഉണ്ട്. പാരസിറ്റമോളൊക്കെ വാങ്ങിയിട്ട് രാത്രി തരാം, എന്നാലും പാരസിറ്റമോൾ അടിച്ചിരിക്കേണ്ടി പനിക്കാനുള്ള സാധ്യതയുണ്ട്. ഉണ്ട്. നല്ല ജലദോഷമുണ്ട്, പനിക്കുട്ടി ആവാനുള്ള സാധ്യതയുണ്ട്. ജലദോഷം ഇപ്പം ഉണ്ട്. എന്റെ പേഷ്യന്റ്, എന്റെ ഡോക്ടർ, എന്റെ പേഷ്യന്റ്. എന്തിനാ അത്? നാളെ നീ ഇടണ്ട ഇനി പൈസ. അപ്പൊ നിൽക്കട്ടെ. സാധനം വെച്ച് ആദ്യം ഒരു സാധനം ഇങ്ങനെ ഉണ്ടോ നിച്ചുവിന് അങ്ങനെ ഒരു പഞ്ഞി വെച്ചത്? ഡോക്ടർ മരുന്ന് വെച്ചിട്ടാക്കി. നാളെ ഡോക്ടറെ അടുത്ത് പോയി പറിച്ചാൽ മതി. അപ്പൊ പോവാം. അതൊക്കെ ഓർമ്മയുണ്ടല്ലേ? പനിക്കാൻ നല്ല സാധ്യതയുണ്ട്. ഡോക്ടറെ അടുത്ത് പോയി നാളെ പറിക്കാം നമുക്ക്. മരുന്ന് തരും.
ടൗണിലോട്ട് വന്ന കേട്ടോ. ഞങ്ങൾ ഒന്ന് പുറത്തോട്ട് വന്നതാ. അനിച്ചൊരു ചെറിയൊരു പനിയില്ല, ജലദോഷമൊക്കെ ആയതുകൊണ്ട് ഒരു പാരസെറ്റമോൾ വാങ്ങാൻ വേണ്ടി വന്നതാണ്. ഇനി എന്തെങ്കിലും രാത്രി എങ്ങാനും പനിക്കുവാണെങ്കിൽ, പല്ലൊക്കെ ഇളകിയിരിക്കുക, അപ്പോൾ പനിക്കുവാണെങ്കിൽ എന്ന് വിചാരിച്ച് വന്നേ കേട്ടോ. സോ ഇന്ന് നമ്മൾ വ്ളോഗായിരുന്നു കേട്ടോ. കുറേയൊക്കെ ഞാൻ എടുത്ത് കുറേയൊക്കെ തിരക്കും ഒക്കെ ആയിട്ട് അങ്ങനെ കുറച്ചിടയിൽ പോയി. അപ്പോൾ നമ്മളിവിടെ ഇന്ന് പുറത്തൊക്കെ പോകണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ നല്ല ക്ഷീണമായിരുന്നു, അതിൻ്റെ ഇടയിൽ ഉറങ്ങിപ്പോയി, അങ്ങനെയൊക്കെ ആയിട്ട് അതൊക്കെ അങ്ങ് മാറിപ്പോയി. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും ഇന്നത്തെ ഈ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. വൈൻഡപ്പ് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഈസ്റ്റർ ഡേ ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എല്ലാവരുടെയും ഈസ്റ്ററൊക്കെ അടിപൊളിയായിരുന്നു എന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് വീണ്ടും മറ്റൊരു വ്ളോഗിൽ കാണാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുകയാണെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.